ഹായ് നമസ്കാരം. ഡെയിലി വിഷ്വൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഡ്യൂട്ടി പരിരക്ഷ ഹോം കെയർ ആയിരുന്നു കേട്ടോ. വയ്യാത്ത കിടപ്പിലായ രോഗികളുടെ വീടുകളിൽ ചെന്നിട്ടുള്ള പരിചരണം, നമുക്ക് പറ്റുന്ന സർവീസൊക്കെ അവർക്ക് കൊടുക്കാം. അപ്പോൾ ഞങ്ങളെ കൂടെ ഉള്ളത് ഞങ്ങളുടെ പരിരക്ഷ നേഴ്സായിട്ടുള്ള ഗീതു, പിന്നെ ഞങ്ങളുടെ സെൽമത്താത്ത, പിന്നെ ഞാനും, പിന്നെ വണ്ടിയുടെ ഡ്രൈവറും. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട് ഞങ്ങൾ ഇന്നത്തെ ടീം. അപ്പോൾ ഗീതുവിനെ ഞാൻ ഒരുപാട് തവണ വീഡിയോയിലൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പൂക്കോട്ടൂരിൻ്റെ തന്നെ പ്രിയപ്പെട്ട ഗീതു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഹോം കെയർ വിസിറ്റൊക്കെ ഒരുവിധം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിൽ ആണുള്ളത്. അപ്പോൾ അവിടുന്ന് മയിലാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ അത് ഏകദേശം മിനിയൂട്ടിക്ക് അടുത്തൊരു പ്രദേശമാണ്. അപ്പോൾ അവിടെ മിക്കവാറും ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ, കരിങ്കൽ ക്വാറികൾ. ഇഷ്ടംപോലെ ക്വാറികളുണ്ട്. അപ്പോൾ അതിലൊരുപാട് വെള്ളം നിറഞ്ഞതും വെള്ളം ഇല്ലാത്തതുമായ ഒരുപാട് ക്വാറികളുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്നിൻ്റെ അടുത്തായിരുന്നു ഞങ്ങളുടെ ഹോം വിസിറ്റ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിനി വീട്ടിലേക്ക് തിരിച്ചു പോകാനിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ വെറുതെ ആ ക്വാറികളിൽ കൂടെ ഒന്ന് പോയി നോക്കാമെന്നൊക്കെ വിചാരിച്ചിറങ്ങിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ വിസിറ്റ് അവസാനിപ്പിച്ച വീട്ടിലുണ്ടായിരുന്ന ആൾ വയ്യാത്ത ഒരാളാണ്. അപ്പോൾ ആൾ പറഞ്ഞു ഈ വീടിൻ്റെ പിന്നിലെ തന്നെയാണ്, ഇങ്ങനെ പോയി നോക്കിയാൽ കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളതിൽ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വീട്ടിലെ ആൾ ഞങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഞങ്ങളെ വീടിൻ്റെ മുകളിൽ കയറി നിന്നാൽ അവിടേക്ക് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവർക്ക് തീരെ നടക്കാൻ വയ്യാത്ത ഒരാളാണ്, അപ്പോൾ ഈ വീടിൻ്റെ മുകളിൽ കയറി നിന്നാൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വീട്ടിലുള്ള മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞതാണെന്ന് പറഞ്ഞിട്ടോ. അപ്പോഴവർ നമ്മുടെ അടുത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു സങ്കടം പോലെ, ചോദിക്കേണ്ടിയിരുന്നില്ലാന്ന് തോന്നിപ്പോയി. കാരണം എന്താ വെച്ചാൽ നമുക്കൊക്കെ ഒരു ആഗ്രഹമുള്ള സ്ഥലത്തേക്ക് പോകാനോ അല്ലെങ്കിൽ കാണാനോ ഒന്നും ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലില്ല. പക്ഷേ നമുക്ക് നാളെ എന്താണെന്ന് വരികയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് അയാൾ അനുഭവിക്കുന്ന ഒരു വേദന എത്രയാണെന്നുള്ളത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിലടക്കി വെക്കുക എന്നല്ലാതെ അതിന് സമയം സന്ദർഭമൊക്കെ നോക്കി മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരോട് പറഞ്ഞ് അവർ സാധിച്ചു തന്നെങ്കിലല്ലേ നടക്കുള്ളൂ. അപ്പോൾ ഒരു കാലത്ത് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും മറ്റുള്ളവരുടെയൊക്കെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്തിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരുപാട് സങ്കടമുള്ള കാര്യം തന്നെയല്ലേ. അപ്പോൾ അതാ ഞങ്ങൾ മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോരാമെന്ന് കരുതി പോയതാണ്. ബാഗും കൂടെയൊക്കെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങളിത് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴിത് മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ ആ പോണ വഴിയിൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കരിങ്കൽ ക്വാറികൾ കാണാൻ പറ്റും. അപ്പോൾ ഇത് ക്വാറിയിൽ നിന്ന് കല്ലൊക്കെ എടുക്കലൊക്കെ നിർത്തിയതാണ്. അവിടെ ഒരുപാട് വെള്ളമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇത് ശരിക്കും അവർ അലക്കാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ക്വാറിയാണ്. അപ്പോൾ അതിൽ ഇറങ്ങാനൊക്കെ പറ്റുന്നുണ്ടാവും. ഇതിൻ്റെ ആഴം എത്രയെന്നൊന്നും നമുക്കറിയില്ല. ഒരുപാട് അപകട സാധ്യതയുള്ള ക്വാറികളാണ് കേട്ടോ. എന്നെ കല്ലൊക്കെ പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ അതിൽ നീന്തൽ എന്നൊക്കെ പറയുമ്പോൾ അത്രയും അപകടം പിടിച്ചതാണ്. അപ്പോൾ കാലൊക്കെ ഒന്ന് തെന്നിപ്പോയാൽ വഴുതി വീഴാനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ മഴക്കാലം ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനെന്ന് വെച്ചാൽ ഈ കോറിയുടെ സൈഡിലൂടെയൊക്കെ നടക്കുമ്പോഴേ എന്താ പറയുക, നല്ല പായലൊക്കെ പിടിച്ച് നല്ല വഴുക്കലുണ്ടാകും. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പോഴൊക്കെ ആണെങ്കിൽ മിക്കവാറും സെൽഫിയൊക്കെ എടുക്കാനായിട്ട് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അരികിലൂടെയൊക്കെ നടക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പം മഴ ഇങ്ങനെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ, മഴ പെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, തീരെ വെയിലുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഇതിൽ വന്നാൽ പകൽ വന്നാൽ നല്ല വെയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഈ മഴക്കാലം ആയതിനെ കൊണ്ട് നല്ലൊരു കാലാവസ്ഥയായിരുന്നു. നമുക്കവിടെ കുറേ നേരം ഇരിക്കാനൊക്കെ തോന്നും. അവിടെ ചെറിയൊരു ഏറുമാടം പോലെയൊക്കെ ഇങ്ങനെ കുട്ടികളാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ കെട്ടിണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരിന്ന് ലോക്കൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ലോക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ ചാറിയപ്പോൾ ഞങ്ങളതിൽ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി നേരം. പൊതുവേ നമ്മൾ ഈ പരിരക്ഷ ഹോം കെയറിന് പോരുമ്പോൾ ഒരുപാട് സങ്കടമാണ് കേട്ടോ. കാരണം വയ്യാത്ത ഒരുപാട് ആൾക്കാരുടെ അവസ്ഥകൾ നമ്മൾ കണ്ടിട്ട് അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും മൊത്തത്തിൽ നമ്മളങ്ങ് ഡൗൺ ആയി പോകും എല്ലാ കാര്യങ്ങളും. അപ്പോഴും ഞങ്ങളുടെ ഹോം കെയർ വിസിറ്റ് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നഗക്കൂടി എന്താ പറയുക, ഒരു സങ്കടമുള്ള ദിവസമാണ്. അപ്പോൾ ഇവിടെ കുറേ സമയം ഇങ്ങനെ നിന്നപ്പോഴേ മനസ്സിന് വല്ലാത്തൊരു സമാധാനം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുള്ളത് കൂടുതലായിരിക്കും അറിയൂല. ഞങ്ങളുടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നും ഇവിടെ വരണമൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വരാൻ തുടങ്ങും. കാരണം അത്രയും നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അവിടെ നല്ല ഒരുപാട് ചപ്പ് ചവറുകളോ വേസ്റ്റുകളോ ഒന്നും ഇപ്പം ഇല്ല. നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലമാണ്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കൂടി ആ ഒരു ഭാഗത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഇതൊരു വലിയ കോറിയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ആ ചെറിയ ചെറിയ ഭാഗത്തൊക്കെ ഒരുപാട് വെള്ളം നിൽക്കുന്ന സ്ഥലം ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ ഒരു സ്ഥലത്താണ് ഇത് അലക്കാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഭാഗം. പിന്നെ ഇതാ ഇങ്ങനെ പുല്ല് നിറഞ്ഞു നിൽക്കുന്ന ഭാഗത്തൊക്കെ വെള്ളമുണ്ട്. പക്ഷേ അത് ആഴമുള്ളതും ആഴമില്ലാത്തതും ഒരുപാട് കുഴികളാണ് കേട്ടോ ഈ കോറിയിലുള്ളത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിയ ആഴം കൂടിയ കോറികളുണ്ട്. അപ്പോൾ അതിലൊക്കെ വേറെ കുടിവെള്ള പദ്ധതി പോലുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. നമ്മുടെ പൂക്കോട്ടൂർ പഞ്ചായത്തിൻ്റെ തന്നെ വീടുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വീഡിയോ കണ്ടവരാരെങ്കിലും നമ്മുടെ മലപ്പുറത്തുള്ള മിനിയൂട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മയിലാടി എന്നാണ് ഈ സ്ഥലത്തിന് പറയുക. മയിലാടി വഴിയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ കോറികളൊക്കെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണാൻ അത്രയ്ക്ക് മനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.